ഇതിൽ 17 പേര് വിദേശത്തു നിന്ന് വന്നവരാണ്. 15 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ഇതോടെ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 213 ഇന്നത്തെ കണക്ക് പ്രകാരം കാസർഗോഡ് 17, കണ്ണൂർ 11, വയനാട്, ഇടുക്കി 2 വീതം. നിരീക്ഷണത്തിലിപ്പോൾ 1,57,253 പേരാണുള്ളത്. അതിൽ വീടുകളിൽ 1,56,660 പേരാണ്. 623 പേർ ആശുപത്രികളിലാണ്. ഇന്ന് മാത്രം 126 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6,991 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 6,031 രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. പരിശോധന കൂടുതൽ വേഗത്തിലാക്കാനുള്ള റാപ്പിഡ് ടെസ്റ്റിംഗ് സംവിധാനത്തിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു. ഈ ലോക്ക്ഡൗൺ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന ഒരു പ്രധാന പ്രശ്നം PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആ വിഷയം സർക്കാർ PSCയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. 20/3/2020 ചട്ടപ്രകാരം കാലാവധി പൂർത്തിയാക്കി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 3 മാസം കൂടി ദീർഘിപ്പിച്ചതായി PSC അറിയിച്ചിട്ടുണ്ട്. 19/6/2020 വരെയായിരിക്കും അവധി. പതിനെട്ട് 6/2020 വരെയുള്ള കാലയളവിൽ കാലാവധി തീരുന്ന എല്ലാ റാങ്ക് ലിസ്റ്റുകൾക്കും ഇത് ബാധകമാണ്. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 19/6/2020 വരെയോ ഈ തസ്തികകൾക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നതുവരെയോ ഏതാണോ ആദ്യം അതുവരെ കാലാവധി ഉണ്ടാവും. കൊറോണയോട് നാം ഒറ്റക്കെട്ടായി പൊരുതുകയാണ്. ഇന്നലെ പൊടുന്നനെ ഒരു പ്രശ്നം ഉയർന്നു വന്നു. കോട്ടയം ജില്ലയിലെ പായിപ്പാട്ട് അതിഥി തൊഴിലാളികൾ സംഘം ചേർന്ന് തെരുവിലിറങ്ങി നാട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി സംസ്ഥാനത്ത് 5,178 ക്യാമ്പുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഭക്ഷണം, ആരോഗ്യസുരക്ഷ, വൈദ്യസഹായം ഇവയെല്ലാം ഉറപ്പാക്കാൻ നടപടികളെടുത്തിട്ടുമുണ്ട്. ഒരിടത്തും ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്ന അവസ്ഥയില്ല. അവർക്ക് അവരുടേതായ ഭക്ഷണം, കേരളീയ ഭക്ഷണത്തോടല്ല താല്പര്യം, അവരുടെ നാട്ടിൽ കഴിക്കുന്ന സാധാരണ ഭക്ഷണം അത് വേണമെന്ന ആവശ്യമുയർന്നപ്പോൾ അത് സാധിച്ചു കൊടുക്കാനുള്ള നടപടിയും സർക്കാർ സ്വീകരിക്കുകയുണ്ടായി. അവരുടെ നാട്ടിലേക്ക് പോകണം എന്നാണ് അവർ ഉന്നയിച്ചൊരാവശ്യം. നാട്ടിലേക്കുള്ള യാത്ര
ഇപ്പോൾ നടക്കാത്തതാണ്. എല്ലാവരും ഇപ്പോൾ എവിടെയാണോ അവിടെ നിൽക്കുക എന്താണ് പ്രധാനമന്ത്രി തന്നെ രാജ്യത്തോട് പറഞ്ഞിട്ടുള്ളത്. അത് അവർക്കും അറിയാവുന്നതാണ്. ഇത് സംസ്ഥാന സർക്കാർ തീരുമാനിച്ച് നടപ്പാക്കേണ്ട ഒരു കാര്യമല്ല. രാജ്യത്താകെ നടപ്പാക്കേണ്ട ഒരു രീതി പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി അണിചേരുന്ന സ്ഥിതിയാണ് സംസ്ഥാനം സ്വീകരിച്ചത്. പക്ഷേ ഈ അറിയാവുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു കൂടിച്ചേരലാണ് ഇവിടെ ഉണ്ടായത്. അതിനു പിന്നിൽ ആസൂത്രിതമായൊരു പദ്ധതിയുണ്ട് എന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. കേരളം കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നേടിയ മുന്നേറ്റത്തെ താറടിച്ച് കാണിക്കാനുള്ള ചില കുബുദ്ധികളുടെ ശ്രമവും അതിൽ കാണാൻ പറ്റും. ഇവിടെ അതിഥി തൊഴിലാളികളെ ഇളക്കി വിടാനാണ് ശ്രമമുണ്ടായത്. അതിന് പിന്നിൽ ഒന്നോ ഒന്നിലധികമോ ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അത് കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിഥി തൊഴിലാളികളെ താമസിപ്പിക്കുന്നതും ഈ പായിപ്പാട്ട് ഒരു വലിയ സംഭവമാണ്. ഒരു കച്ചവട രീതി അതിലുണ്ട്. സാധാരണ നിലയിൽ താമസിക്കാൻ പറ്റാത്തിടങ്ങളിലും താമസിച്ച് വാടക കൊടുക്കുന്ന നിലയുണ്ട്. ഇതിൽ സാധാരണ അന്തരീക്ഷത്തിൽ അതിഥി തൊഴിലാളികൾക്ക് ഭക്ഷണവും മറ്റും ഉറപ്പുവരുത്തേണ്ടത് അവരെ പ്രവർത്തിപ്പിക്കുന്ന കോൺട്രാക്ടർമാരാണ്. എന്നാൽ ഇവിടെ അതുമായി ബന്ധപ്പെട്ടും പൊതുവെ ചില പ്രശ്നങ്ങൾ ഉയർന്നിട്ടുണ്ട്. സർക്കാർ ഇതിൽ സ്വീകരിച്ച നില ഇവർക്കെല്ലാവർക്കും മാന്യമായ താമസസ്ഥലം ഒരുക്കണം. പകൽ മുഴുവൻ അധ്വാനിച്ച്, അതും കഠിനമായി അധ്വാനിച്ച് രാത്രി വന്ന് കിടന്നുറങ്ങാനൊരു സ്ഥലം എന്ന നിലക്കാണ് നേരത്തെ അവർ സ്ഥലം കണ്ടിട്ടുള്ളത്. അത് കിടക്കാനൊരു സ്ഥലം കിട്ടിയാൽ മതി. എന്നാൽ മുഴുവൻ സമയവും താമസ സ്ഥലത്ത് ചെലവഴിക്കാൻ അതിഥി തൊഴിലാളിയും നിർബന്ധിക്കപ്പെടുക. അപ്പോൾ അതിനുള്ള സൗകര്യം വേണം. അതുകൊണ്ട് തന്നെ സൗകര്യപ്രദമായ രീതിയിൽ ഈ തൊഴിലാളികളെ താമസിപ്പിക്കണം എന്നാണ് സർക്കാർ നേരത്തെ തന്നെ നൽകിയ നിർദ്ദേശം. അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം ഭക്ഷണം കൃത്യമായി നൽകണം, വൈദ്യസഹായം ഉറപ്പുവരുത്തണം. ഭക്ഷണകാര്യത്തിൽ അവർക്ക് വേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ അതിനും ആട്ടയും
അതോടൊപ്പം ഉരുളക്കിഴങ്ങും ഉള്ളിയും ദാളും എല്ലാം നൽകുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴൊരു പ്രശ്നം വരുന്നത്, ചില ക്യാമ്പ് എണ്ണം വളരെ അധികമാണ് ആളുകൾ. ഒരു നിശ്ചിത എണ്ണത്തിൽ കവിയാൻ പാടില്ല. ആ തരത്തിലുള്ള ക്യാമ്പുകൾ സൗകര്യപ്പെടുത്താൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം അവർ കൂട്ടം കൂടി ഇരിക്കുകയാണെന്നുള്ളത് കൊണ്ട് വാർത്തയും മറ്റും കാണുന്നതിനും ടി വി ഉൾപ്പെടെ എൻ്റർടൈൻമെൻറ്റ് സൗകര്യങ്ങൾ ഒരുക്കാനും നിശ്ചയിച്ചിട്ടുണ്ട്. ചില പ്രശ്നങ്ങൾ അവർ ഇന്നത്തെ സാഹചര്യത്തിൽ നേരിടുന്നുണ്ട്. ആ കാര്യങ്ങൾ അവരുമായി ചർച്ച നടത്തി അവരെ ബോധ്യപ്പെടുത്തി സഹകരിപ്പിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിഥിത്തൊഴിലാളി ക്യാമ്പുകളിൽ അതിൻ്റെ പൊതുമേൽനോട്ടം കലക്ടറാണ് വഹിക്കുക. ജില്ലയിലെ പോലീസ് മേധാവിയും ജില്ലാ ലേബർ ഓഫീസറും അടക്കമുള്ള ഒരു സമിതിയാണ് ജില്ലകളിൽ ആവശ്യമായ പരിശോധനയെല്ലാം നടത്തുക. പായിപ്പാട് സംഭവത്തിൽ ഇന്ന് ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വ്യാജ പ്രചാരണം നടത്തിയ 2 പേരെ മലപ്പുറം ജില്ലയിൽ പിടിച്ചിട്ടുണ്ട്. ഇവർ 2 പേരും മലയാളികൾ തന്നെയാണ്. ഇപ്പോൾ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ കൊടുപ്പിക്കണമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. അതിഥിത്തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ക്യാമ്പുകൾ സന്ദർശിച്ച് ക്ഷേമം അന്വേഷിക്കുന്നതിന് ഹിന്ദി അറിയാവുന്ന ഹോം ഗാർഡുകളുടെ സേവനം ഉപയോഗിക്കുന്നുണ്ട്. അതിഥിത്തൊഴിലാളികൾ ക്ഷേമം ഉറപ്പാക്കുന്നതിന് സർക്കാർ കൈക്കൊണ്ട നടപടികൾ അവരെടുത്ത് വിശദീകരിക്കുകയാണ്. അങ്ങനെ അവരുടെ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ഒറിയ, ബംഗാളി, ഹിന്ദി ഭാഷകളിൽ നൽകുന്ന സന്ദേശം അതിഥിത്തൊഴിലാളികൾക്കിടയിൽ പ്രചരിപ്പിക്കും. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് ബാധയെ തുടർന്ന് സംസ്ഥാനത്താകെ വിന്യസിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കഠിന സാഹചര്യങ്ങൾ ജോലി ചെയ്യേണ്ടി വരികയാണ്. കാരണം കടുത്ത വെയിലിലും അവർ റോട്ടിൽ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുകയാണ്. അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് സായുധസേന ADGPയെ നിയോഗിച്ചു. ജോലി സമയം, ആരോഗ്യം എന്നിവ നിരീക്ഷിക്കുന്നതും മാസ്കുകൾ, കയ്യുറ ഇവയെല്ലാം ലഭിച്ചു എന്ന് ഉറപ്പാക്കുന്നതും അദ്ദേഹമായിരിക്കും. സാഹചര്യം വിലയിരുത്തി കൈക്കൊള്ളേണ്ട പരിശോധനാ രീതികൾ സംബന്ധിച്ച് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും
ദിവസേന SMS വഴി നിർദ്ദേശം നൽകും. അതേപോലെ തന്നെ ഈ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവയെ അറിയിക്കാൻ സംസ്ഥാന തലത്തിൽ ഒരു കൺട്രോൾ റൂം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ജില്ലാടിസ്ഥാനത്തിലും ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിയിട്ടുണ്ട്. 1034 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 1031 കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങിയിട്ടുണ്ട്. 1213 കമ്മ്യൂണിറ്റി കിച്ചണുകളാണ് ആകെ പ്രവർത്തിക്കുന്നത്. 1,54,258 പേർക്ക് കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഭക്ഷണം നൽകാനായി. 1,37,930 പേർക്കും സൗജന്യമായിട്ടാണ് ഭക്ഷണം നൽകിയത്. ഇവിടെ നിരാലംബർക്ക്, അത്യാവശ്യക്കാർക്ക് ഭക്ഷണം നൽകാനാണ് നാം ഉദ്ദേശിച്ചത്. ഇതിൽ കൃത്യതയുണ്ടാകണം. ഇത്തരത്തിൽ അർഹതയുള്ളവർക്ക് ഭക്ഷണം സ്വന്തമായി പാകം ചെയ്യാൻ കഴിയില്ല, സ്വന്തമായി കാര്യങ്ങൾ നിർവഹിക്കാനാവില്ല. അത്തരം ആളുകൾക്ക് ഭക്ഷണം ഉറപ്പുവരുത്തലാണ് ഇതിലൂടെ നാം ഉദ്ദേശിച്ചത്. ഇതിനകത്ത് കാശ് കൊടുത്ത് ഭക്ഷണം വാങ്ങാൻ തയ്യാറാകുന്ന ആളുകളുണ്ട്. അവർക്ക് പാചകം ചില കാരണങ്ങളാൽ ഒഴിവാക്കലാണ് താല്പര്യം. അത്തരം ആളുകൾക്ക് കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ ഭക്ഷണം കൊടുക്കാനല്ല ഉദ്ദേശിച്ചത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ സംസ്ഥാനത്താകെ തുടങ്ങാൻ ഉദ്ദേശിച്ച 1000 ഹോട്ടലുകളിൽ ഹോട്ടൽ സ്ഥാപിതമായ പ്രദേശത്ത് ഈ പറയുന്ന ആളുകൾക്കും കുടുംബങ്ങൾക്കും ഭക്ഷണം എത്തിക്കുന്നതിന് പ്രയാസമുണ്ടാവില്ല. അതോടൊപ്പം എവിടെയൊക്കെ ആവശ്യം വരുന്നോ അത്തരം സ്ഥലങ്ങളിൽ പ്രത്യേകമായ ക്രമീകരണത്തോടെ ഹോട്ടൽ തുറക്കേണ്ടതായിട്ട് വരും. ആ ഹോട്ടലിൽ നിന്ന് സാധാരണ നിലക്കുള്ള ഭക്ഷണ വിതരണം അവിടെ നടക്കില്ല, എന്നാൽ ഹോം ഡെലിവറി നടക്കും. അപ്പം അത്തരമൊരു ക്രമീകരണം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിവിധ വിഭാഗം ആളുകൾക്ക് ഇളവുകൾ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. കരാർ ജീവനക്കാർ, താൽക്കാലിക ജീവനക്കാർ, ഇവരൊക്കെ ശമ്പളം വാങ്ങാൻ ഓഫീസിലോ ബാങ്കിലോ പോകുന്നതിന് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. കൃത്യമായ ശാരീരിക അകലം പാലിച്ച് കൃത്യമായ രേഖകൾ കൈവശം വെച്ച് ഈ സൗകര്യം ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഉൾവനത്തിൽ താമസിക്കുന്ന ആദിവാസികളുണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും അവർക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും
പട്ടികവർഗക്ഷേമ വകുപ്പും വനം വകുപ്പും സംയുക്തമായി ചില നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അഗതികൾ, തെരുവിൽ ഉറങ്ങുന്നവർ, ഇത്തരക്കാരെ പുനരധിവസിപ്പിച്ച 44 ക്യാമ്പുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. 2569 പേരെ ഈ രീതിയിൽ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സ്കൂളിൽ അരിയും പയറും കെട്ടിക്കടന്ന് നശിച്ചു പോകുന്നതിനിടയാക്കുന്നുവെങ്കിൽ അത് നശിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അത് ന്യായവിലക്ക് വിതരണം ചെയ്യാൻ PTA ഏൽപ്പിക്കുകയും ചെയ്യാം. അതിന് PTA-കൾ ഇടപെടേണ്ടതായിട്ടുണ്ട്. ഇപ്പം നാളെ മാർച്ച് 31 റിട്ടയർ ചെയ്യേണ്ട ചില ആൾക്കാരുണ്ട്. സാധാരണ നിലക്ക് യാത്രക്ക് പ്രയാസമുണ്ട്. ഇപ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ ഔപചാരികമായ ചാർജ് കൈമാറ്റത്തിന് വേണ്ടി ഈ ബന്ധപ്പെട്ട റിട്ടയർ ചെയ്യുന്നയാൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തണം. അതിനിപ്പോൾ പ്രായോഗിക വിഷമമുണ്ട്. അപ്പം അതുകൊണ്ട് തീരുമാനിക്കുന്നത് ഔപചാരികമായ ചാർജ് കൈമാറ്റം നടന്നില്ലെങ്കിലും അത്തരക്കാർ റിട്ടയർ ചെയ്തതായി കണക്കാക്കുമെന്നാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചില സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിന് വിഷമമുണ്ട്. ഇപ്പോൾ അവിവാഹിത സ്ത്രീകൾക്കുള്ള പെൻഷനുണ്ട്, വിധവാ പെൻഷനുണ്ട്. ഈ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് പ്രധാനമാണ്. അതിപ്പോൾ ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ ചിലതിൽ 3 ദിവസം സ്റ്റാഫ് നേഴ്സും അവർ ജോലി ചെയ്യുകയാണ്. 3 ദിവസം കഴിഞ്ഞുള്ള 4 ദിവസം ശമ്പളരഹിത അവധിയാണ് എന്നൊരു പരാതി വരുന്നുണ്ട്. അത് വസ്തുതയാണെങ്കിൽ ആ നടപടിക്രമം ശരിയല്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രി അധികൃതരുമായി സംസാരിക്കാൻ ആരോഗ്യവകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യത്തിൽ എല്ലാ തൊഴിലുടമകൾക്കും വ്യക്തത വേണം. ഇത്തരമൊരു ഘട്ടത്തിൽ തൊഴിലാളികളുടെ വേതനം കുറക്കാനേ പാടില്ല. ഇതോടൊപ്പം അവശ്യ സാധനങ്ങളുമായി സഞ്ചരിക്കുന്ന ട്രക്കുകൾ സംസ്ഥാനത്തിലും അന്തർ സംസ്ഥാനത്തിലും ആ ട്രക്കുകൾക്ക് ഇൻ്റർനെറ്റ് അടിസ്ഥാനമാക്കിയ മോണിറ്ററിംഗ് സംവിധാനം ഒരുക്കാനാണ് കാണുന്നത്. ചരക്ക് നീക്കം 3 ക്രമപ്പെടുത്താം. ഒന്നാമത്തത് മരുന്ന്, മെഡിക്കൽ ഉപകരണങ്ങൾ, LPG, പാചക എണ്ണ, അവശ്യധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും. ഇതുപോലെ
പച്ചക്കറി, പഴം, മറ്റ് ധാന്യങ്ങൾ, പലവ്യഞ്ജനങ്ങൾ രണ്ടാം വിഭാഗത്തിൽ, മറ്റെല്ലാ അവശ്യ സാധനങ്ങളും മൂന്നാം വിഭാഗത്തിൽ. ഈ തരത്തിലൊരു ക്രമീകരണം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. യാത്രാ പാസുകൾ നൽകുന്ന കാര്യത്തിൽ 21-നും 60 വയസ്സിനും ഇടയിലുള്ളവർക്ക് ചിലപ്പോൾ ജില്ലാടിസ്ഥാനത്ത് തന്നെ യാത്രാ പാസുകൾ വേണ്ടതായിട്ട് വരും. ഇതിനൊരു വെരിഫിക്കേഷൻ സൗകര്യം മൊബൈലിൽ വെരിഫൈ ചെയ്യാൻ പറ്റുന്ന സൗകര്യം പോലീസിനുണ്ടാകണമെന്ന് കണ്ടു. ആ തരത്തിലുള്ള യാത്രാ പാസുകളാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. കോവിഡ് ആശുപത്രികളിലെ ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും അവരെല്ലാം നടത്തുന്നത് മഹത്തായ സേവനമാണ്. അവരെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് ആശുപത്രികൾക്കടുത്ത് തന്നെയുള്ള ഹോട്ടലുകളിൽ ആവശ്യമായ താമസ സൗകര്യം ഒരുക്കേണ്ടതായിട്ടുണ്ട്. വീട് എടുത്തു കൊടുക്കണമെന്ന് നേരത്തെ കണ്ടിരുന്നു. വീട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലാണ് ഈ ഹോട്ടലുകളിൽ താമസ സൗകര്യം ഏർപ്പെടുത്തേണ്ടത്. നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടേറെ പൊതുജന സേവന കേന്ദ്രങ്ങളുണ്ട്. അവയിലെല്ലാം തിരക്കൊഴിവാക്കാനാവണം എന്നുകൂടി കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വേനൽ കടുക്കുകയാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമാകാനിടയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വെള്ളം വിതരണം ചെയ്യേണ്ടി വരും. ഇതിലെല്ലാവരും ജല ഉപഭോഗം നിയന്ത്രിക്കാൻ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കേണ്ടത്. തൃശ്ശൂരാണ് നമ്മുടെ സംസ്ഥാനത്ത് ആനകൾ കൂടുതലുള്ളത്. ആനകൾക്ക് പട്ട കൊണ്ടുവരാൻ പറ്റാത്ത വിഷമം ഇപ്പോൾ വലിയ തോതിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ചാനലുകളുടെ ഉടമകളോട് ഈ ഘട്ടത്തിലൊരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കാനുണ്ട്. ഈ ഘട്ടത്തിൽ തൊഴിലിന് പോകാൻ കഴിയാതെ ആളുകൾ വീട്ടിൽ കഴിയുകയാണ്. പല ചാനലുകളും പേ ചാനലുകളാണ്. ഈ അവസ്ഥ പരിഗണിച്ച് പേ ചാനൽ നിരക്കുകൾ ഒഴിവാക്കി സമൂഹത്തോട് പ്രതിബദ്ധത കാണിക്കാൻ ഉള്ള അവസരമായി ഈ ഘട്ടത്തെ വിനിയോഗിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്നത്തെ ദിവസം റോഡിൽ അല്പം തിരക്ക് വർദ്ധിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പോലീസ് കൂടുതൽ കർക്കശമായി ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്.
ഒരിടത്തും ആളുകൾ കൂടാൻ അനുവദിക്കില്ല. നമ്മുടെ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുമായി ഇന്ന് ചർച്ച നടത്താൻ കഴിഞ്ഞിരുന്നു. കുടുംബശ്രീ മുഖേന നൽകേണ്ട വായ്പാ പദ്ധതി അതുടൻ തന്നെ പ്രാവർത്തികമാക്കും എന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. ബാങ്കുകളിലെ രോഗപ്രതിരോധ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ATM മെഷീനുകളിൽ കൃത്യമായി പണം നിറക്കും. ബാങ്ക് ജീവനക്കാരിൽ പ്രത്യേക ആവശ്യക്കാർക്ക് സ്പെഷ്യൽ പാസും അനുവദിക്കും. നമ്മുടെ നാട് നേരിടുന്ന ഈ ഭീഷണിയുടെ ഘട്ടത്തിൽ എല്ലാ ശാസ്ത്രമേഖലയുടെയും വൈദ്യമേഖലകളുടെയും സഹകരണം ഉറപ്പുവരുത്തുന്നതിനായി ആയുർവേദ ചികിത്സാരംഗത്തെ പ്രമുഖരുമായി വീഡിയോ കോൺഫറൻസ് നടത്തിയിരുന്നു. ആയുർവേദ രംഗം ചിക്കൻ ഗുനിയയും ഡെങ്കിപ്പനിയൊക്കെ വന്നപ്പോൾ നല്ലതുപോലെ ഇടപെട്ടൊരു രംഗമാണ്. സമൂഹം വലിയൊരളവിൽ അത് സ്വീകരിക്കുകയും ചെയ്തു. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകളും മാർഗങ്ങളും ആയുർവേദത്തിലുണ്ടാവും. എങ്ങനെ ഫലപ്രദമായി അത് ഉപയോഗിക്കാനാവും, ഇതാണ് അവിടെ ചർച്ച ചെയ്തത്. ആയുർവേദ രംഗത്തെ മനുഷ്യവിഭവശേഷി ഉൾപ്പെടെ ഈ അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാനാവണം. അത്തരമൊരു ചർച്ചയാണ് അവരുമായി നടത്തിയത്. പ്രായാധിക്യമുള്ളവരുൾപ്പെടെയുള്ളവരുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൽ, അതിനും ആയുർവേദ മരുന്ന് ഉപയോഗിക്കാനാവും. അതോടൊപ്പം പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന ആയുർവേദ ചികിത്സാ രീതികൾ പ്രതിപ്രവർത്തനമില്ലാത്തതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഹൃദയം, വൃക്ക തുടങ്ങിയ അവയവങ്ങൾക്ക് പാർശ്വഫലം ഉണ്ടാക്കില്ലെന്ന് ഉറപ്പുവരുത്തണം. ഇതിന് ആയുർവേദ മേഖലയിലുള്ള വിദഗ്ധരുടെ കൂടിയാലോചനകൾക്ക് ശേഷം ആരോഗ്യ വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ നിർദ്ദേശങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരവരുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. പരിശോധിച്ച് ആവശ്യമായ നിലപാട് അക്കാര്യത്തിൽ സ്വീകരിക്കും. ഈ കോവിഡിൻ്റെ ഘട്ടത്തിൽ കോവിഡിൻ്റെ ഘട്ടം കഴിഞ്ഞതിന് ശേഷം സാധാരണ ആലോചനകളിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ ഒരു പ്രശ്നം, അടുത്ത അധ്യയന വർഷത്തിലെ കുട്ടികളെ ചേർക്കുന്നതിന് ചില സ്കൂളുകൾ ഓൺലൈനിൽ അപേക്ഷ ക്ഷണിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടു. അത് ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി എന്നാണ് കാണുന്നത്.
ഓൺലൈൻ കോഴ്സുകൾക്ക് പൊതുവേ നല്ല അംഗീകാരം ഇപ്പോൾ ഉയർന്നു വരികയാണ്. കാരണം കുട്ടികളെല്ലാം വീട്ടിലിരിക്കുകയാണ്. കുട്ടികൾക്ക് ഈ സമയം നല്ല നിലയിൽ വീടിനകത്ത് ചെലവഴിക്കാൻ കഴിയണം. ചിത്രം വരക്കേണ്ടവർക്ക് ചിത്രം വരക്കാം, മറ്റ് സൃഷ്ടിപരമായ കാര്യങ്ങളിൽ ഏർപ്പെടാം. അതോടൊപ്പം കളർ ചെയ്യേണ്ട പ്രായമാണെങ്കിൽ കളർ ചെയ്ത് ശീലിക്കാം. അതിൻ്റെ കൂടെ തന്നെ മുതിർന്ന കുട്ടികൾക്ക് ഓൺലൈൻ കോഴ്സിനും ചേരാം. ലോകത്തിലെ പ്രശസ്തി പെറ്റ ചില സ്ഥാപനങ്ങൾ ഇപ്പം തന്നെ ഫ്രീ ആയി ഓൺലൈൻ കോഴ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തെ ഒരു വിജ്ഞാനാധിഷ്ഠിത സമൂഹമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ മുതിർന്നവർക്കൊക്കെ അത്തരം കോഴ്സുകൾക്ക് ചേരാൻ ഈ അവസരം ഉപയോഗിക്കുക. വീട്ടിലിരിക്കുന്ന സമയം ഈ കോഴ്സുകൾക്ക് വേണ്ടി നല്ലതുപോലെ ഉപയോഗിക്കുന്ന നിലയെടുക്കുക. നമ്മുടെ കാസർഗോഡ് വെന്റിലേറ്ററിൻ്റെ ക്ഷാമം, മംഗലാപുരം സ്വീകരിക്കുന്ന നില, ഇതെല്ലാം വെച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഓഫ് കൊമേഴ്സിൻ്റെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പ്രതിനിധികൾ വന്നപ്പോൾ അവരുമായൊരു സംസാരം നടത്തുകയുണ്ടായി. കുറച്ച് വെന്റിലേറ്ററുകൾ, കുറച്ച് ഡയാലിസിസ് മെഷീനുകൾ പെട്ടെന്ന് തന്നെ കാസർഗോഡ് സ്ഥാപിക്കുന്ന കാര്യം. അപ്പോൾ അവർ ഡയാലിസിസ് മെഷീനുകൾ പെട്ടെന്ന് തന്നെ സ്ഥാപിക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. പോയി കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും ഒരു സന്ദേശം അയച്ചു, പെട്ടെന്ന് തന്നെ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള മുൻകൈകൾ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ അങ്ങേയറ്റം സ്വാഗതാർഹമായതാണ്. യൂണിസെഫ് 35 ലക്ഷം രൂപ ജില്ലാ കളക്ടർമാർക്കായി വിനിയോഗിക്കുന്നതിന് അനുവദിച്ചിട്ടുണ്ട്. അതും ഒരു സ്വാഗതാർഹമായ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട് പ്രവാസികളായവരോട് ഒരു പ്രത്യേക വികാരം ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട്. നാം കാണേണ്ടത് ഇത് ലോകത്താകെ പറന്നു പിടിച്ചിട്ടുള്ളൊരു രോഗമാണ്. ചില വികസിത രാഷ്ട്രങ്ങൾ നിസ്സഹായതയോടെ ഇതിനെ നേരിടുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. ഇതിനേതെങ്കിലും ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്താനാവില്ല. നമ്മുടെ നാട് ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്നൊരു നാടാണ്. കാരണം നമ്മുടെ സഹോദരങ്ങൾ ലോകത്താകെ വ്യാപിച്ചു കിടക്കുന്നു. അവർ മണലാരണ്യത്തിലടക്കം കഠിനമായി അധ്വാനിച്ച് അവരുടെ വേർപ്പിൻ്റെ കാശിലാണ് നാം ഇവിടെ കഞ്ഞി കുടിച്ച് നടന്നിരുന്നത്. ഇത് നാം
മറന്നു പോകാൻ പാടില്ല. നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ് പ്രവാസികൾ. അവർ പോയ രാജ്യങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ സ്വാഭാവികമായും അവർ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കില്ലേ? തിരിച്ചു വന്നപ്പോൾ ന്യായമായ പ്രതിരോധ നടപടികൾ പൊതുവിൽ എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ചില കേസുകളാണ് വ്യത്യസ്തമായി ഉണ്ടായത്. ആ ഒറ്റപ്പെട്ടതിൻ്റെ ഭാഗമായി ഈ പറയുന്ന നമ്മുടെ നാടിൻ്റെ ഏറ്റവും കരുത്തുറ്റ വിഭാഗത്തെ ഒരു തരത്തിലും അപഹസിക്കാനോ മനസ്സിൽ ഈർഷ്യയോടെ കാണാനോ പാടില്ല. ഇത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ അവർക്ക് ആർക്കും ഇങ്ങോട്ട് വരാൻ കഴിയില്ല, യാത്രാ സൗകര്യമില്ലാത്തതുകൊണ്ട്. അവരോടൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അവർക്കാർക്കും അത് സംബന്ധിച്ച് ഉത്കണ്ഠ വേണ്ടതില്ല. നിങ്ങളവിടെ സുരക്ഷിതരായി കഴിയുക. അതിൻ്റെ ഭാഗമായുള്ള സാമൂഹ്യ ഉത്തരവാദിത്വം നിർവഹിക്കാനും തയ്യാറാവുക. ഇവിടെയുള്ള നിങ്ങളുടെ കുടുംബമെല്ലാം സുരക്ഷിതമായിരിക്കും. ഈ നാട് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പ്രവാസി ലോകത്തിന് ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ നാടിൻ്റെ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ സ്വാഭാവികമായും സാമ്പത്തികമായ സഹായം നമുക്ക് കൂടുതലായി വേണ്ടിവരും. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനക്കായി ഒരു അഭ്യർത്ഥന പുറപ്പെടുവിച്ചിട്ടുണ്ട്. പലരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. നമ്മുടെ നേഴ്സുമാരുടെ സംഘടന 1 കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത്. നഴ്സിംഗ് കൗൺസിലാണ് 1 കോടി രൂപ സംഭാവന ചെയ്തത്. അതൊരു ഉദാത്തമായ മാതൃക തന്നെയാണ്. മറ്റും സഹായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ജീവനക്കാരുടെ വിവിധ സംഘടനാ നേതാക്കളുമായി സംസാരിക്കുകയുണ്ടായി. ഒരു മാസത്തെ ശമ്പളം ഇതിലേക്ക് സംഭാവന ചെയ്യാൻ തയ്യാറാകണം എന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിച്ചത്. നേരത്തെയും നമ്മുടെ നാടിത്തരം പ്രതിസന്ധി നേരിട്ടപ്പോൾ മഹാഭൂരിഭാഗം ജീവനക്കാരും അതുമായി സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആ ഒരു അഭ്യർത്ഥന പൊതുവേ ഇന്ന് എല്ലാ സംഘടനകളോടും നടത്തിയിട്ടുണ്ട്. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ ആണ് 1 കോടി രൂപയുടെ ചെക്ക് കൈമാറിയിരിക്കുന്നത്. നമ്മുടെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊറോണ ടെസ്റ്റ് നടത്താൻ നമുക്ക് അനുമതി ലഭിച്ചിരുന്നു. ദിവസം 3000 ടെസ്റ്റ് നടത്താനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇതാണ് പൊതുവെ പറയാനുള്ളത്. ഈ പായിപ്പാട് സംഭവം ആസൂത്രിതാന്ന് പറഞ്ഞു.
അതിൽ എന്തെങ്കിലും ഒരു ഇന്റലിജൻസ് വീഴ്ചയോ മറ്റോ ഉണ്ടായിരുന്നോ? അത് എല്ലാവരും ഒരു 3000-ഓളം പേർ സംഘടിച്ചു വന്നു. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ അതോ മറ്റേതെങ്കിലും സംഘടനയാണോ? എന്താണ് ഇപ്പോഴത്തെ ഒരു വിവരം? അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പൂർണ്ണമായിട്ട് ഇപ്പോൾ പറയാവുന്ന അവസ്ഥയിലായിട്ടില്ല. എന്നാൽ ചില സൂചനകൾ, അത് കുറച്ച് വ്യക്തതകൾ എല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. മെസ്സേജുകൾ പോയത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കർണാടക അതിർത്തി അടച്ചത് സംബന്ധിച്ച് അല്ല, ഒരാൾ തുടങ്ങി, നിങ്ങൾ അധിക ശബ്ദത്തിൽ പറയുന്നതുകൊണ്ടാണ്. കാസർഗോഡ് 17 കേസും കണ്ണൂരിൽ 11 കേസും റിപ്പോർട്ട് ചെയ്തു. ഇത് കാസർഗോഡ് കേസിൽ സമ്പർക്കം മൂലം കാസർഗോഡ് എത്ര പേർക്ക് രോഗം ഉണ്ടായിരുന്നു, അവരുടെ സമൂഹ വ്യാപനത്തിലേക്ക് പോയി എന്നൊരു സംശയം നമുക്ക് ഈ ഘട്ടത്തിലുണ്ട്. കാരണം ഓരോ ദിവസവും അവിടെ കേസുകൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. സമൂഹ വ്യാപനം അല്ല, ഈ രോഗി ബന്ധപ്പെട്ട ആളുകളുണ്ട്, ആ ആളുകളുടെ എണ്ണം കുറച്ച് കൂടുതലാണ്. അതിൻ്റെ ഭാഗമായി അവരെല്ലാം നിരീക്ഷണത്തിലാണ്. ആ നിരീക്ഷണത്തിലുള്ളവർ തന്നെയാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് സമൂഹ വ്യാപനമല്ല. ഒരാളിൽ നിന്നാണോ കൂടുതലും കാസർഗോഡ് ഉണ്ടായിരിക്കുന്നത്? ഈ ഒരാളിൽ നിന്ന് അല്ല, ഒരാളല്ല ഞാൻ പറഞ്ഞത്, രോഗികൾ എന്നാണ്. CM കർണാടക അതിർത്തി അടച്ചത് സംബന്ധിച്ച് CM ഒരു 3 ദിവസമായിട്ട് നിരന്തരം ചർച്ചകൾ കേന്ദ്രമായിട്ടൊക്കെ നടക്കുകയും ഇപ്പൊ കോടതി ഒരു ഡയറക്റ്റീവ് പുറപ്പെടുവിക്കുകയും ചെയ്തല്ലോ. എന്തെങ്കിലും പുരോഗതി, അത് തുറന്നു കിട്ടുന്നതിനുള്ള എന്തെങ്കിലും പുരോഗതി ഉണ്ടായോ കർണാടകയുടെ ഭാഗത്തുനിന്ന്? അതിൽ ഞാൻ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഇടപെട്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമായുള്ള രീതിയിലാണ്. കാരണം ഒരു സംസ്ഥാനവും അല്ലെങ്കിൽ ഒരു റോഡും ചരക്ക് ഗതാഗതം തടയാൻ പാടില്ല എന്ന നില കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായി എടുത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ എല്ലാ ദിവസവും ക്യാബിനറ്റ് സെക്രട്ടറി അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ വീഡിയോ കോൺഫറൻസ് നടത്തുന്നുണ്ട്. അതിലെല്ലാം ഈ പ്രശ്നം കൃത്യമായി ഉന്നയിച്ചു പോന്നിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന ചീഫ് സെക്രട്ടറി പ്രശ്നം ഉന്നയിക്കുകയും അതിന് പരിഹാരം കാണും എന്നവർ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല എന്ന് വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായി. അതിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. ഒരു ഘട്ടത്തിൽ നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേന്ദ്രമന്ത്രി സദാനന്ദ ഗൗഡയുമായി സംസാരിച്ച കാര്യം. അതിലും പരിഹാരമായില്ല. ഇന്നലെ അതുകൊണ്ട് പ്രധാനമന്ത്രിയെ തന്നെ വിളിക്കുകയുണ്ടായി. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. ഹോം മിനിസ്റ്റർ തിരിച്ചു വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അതിൽ മംഗലാപുരവും കാസർഗോഡും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചരിത്രവും ഞാൻ വിശദീകരിച്ചു. കാരണം കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുൻപ് സൗത്ത് കാനറ ഡിസ്ട്രിക്റ്റാണ്. അതിൻ്റെ ആസ്ഥാനം മംഗലാപുരമാണ്. അപ്പോൾ മംഗലാപുരം എല്ലാ കാര്യങ്ങൾക്കും കാസർഗോഡ് ഹോസ്ദുർഗ് വരെയുള്ളവർ ആശ്രയിച്ച് വന്ന ഒരു സ്ഥിതിയായിരുന്നു പഴയ കാലത്ത്. കോടതിയായാലും ആരോഗ്യ സംവിധാനമായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും എല്ലാം അവിടെ കേന്ദ്രീകരിച്ചായിരുന്നു ഉണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷമാണ് പിന്നീട് ഇതിൽ മാറ്റം വരുന്നത്. എന്നാൽ ആരോഗ്യ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ തൊട്ടുകിടക്കുന്ന പ്രദേശമാണല്ലോ. ആ തൊട്ടുകിടക്കുന്ന പ്രദേശമായതുകൊണ്ട് അവിടെയുള്ളവർ, കാസർഗോഡ് മഞ്ചേശ്വരമുള്ളവർ പ്രത്യേകിച്ചും കാസർഗോഡ് മംഗലാപുരത്തെയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത്. ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എനിക്കറിയാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ കാര്യവും എനിക്കറിയാം. ഞാൻ ഇന്ന് രാത്രി തന്നെ അദ്ദേഹമായിട്ട് സംസാരിക്കുക, എന്ന് മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കുക, നിങ്ങളെ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ രാത്രി പിന്നെ തിരിച്ച് വിളിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ചില ഇടപെടലുകൾ ഗവർണർ നടത്തിയിട്ടുണ്ട്. അതും ചില പോസിറ്റീവ് വശങ്ങൾ അതിനകത്തുണ്ട്. ഏതായാലും നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ
അസംഘടിതരായ സ്റ്റേജ് കലാകാരന്മാർ ഈ ക്ഷേത്ര ഉത്സവങ്ങളെല്ലാം നിരോധിക്കപ്പെട്ടു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാം. നിരവധി പേരുണ്ട് ഈ സംഗീത നാടക അക്കാദമി രജിസ്ട്രേഷനൊന്നും ഇല്ലാത്ത ചെറിയ നാടക ട്രൂപ്പിലൊക്കെ ഉള്ള അസംഘടിതമായ കലാകാരന്മാർ വളരെ പ്രതിസന്ധിയിലാണ്. അവരെ സഹായിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം? അത്തരം ആളുകളൊക്കെ സാധാരണ സഹായിക്കുന്നത് അവരുടെ ക്ഷേമനിധിയാണ്. ക്ഷേമനിധിയിലൂടെ ആവശ്യമായ സഹായങ്ങൾ ചെയ്യാമല്ലോ. CM നമ്മളുടെ പൊതുവെ across the world ഈ കോവിഡ് കേസസിൽ കണ്ടാൽ ഫ്രണ്ട്ലൈൻ വർക്കേഴ്സ് ആർ ദ മോസ്റ്റ് threatened if we can say. നമ്മുടെ നഴ്സസ്, നമ്മുടെ ഡോക്ടേഴ്സ്, ഹെൽത്ത് വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ് across the world if you see. നമ്മുടെ കേരളയിൽ പൊതുവെ also we've had 2 cases. So നമ്മുടെ what are the steps, precautionary measures for these health workers in the front line? നമ്മൾ എന്തോ സ്റ്റെപ്സ് എടുത്തേക്കുന്നത്? നമുക്ക് എല്ലാ പ്രൊട്ടക്റ്റീവ് ഗിയർസ് ഇനഫ് ഉണ്ടോ എല്ലാവർക്കും ഫ്രണ്ട് ലൈനിൽ സാർ? ഇപ്പം നമ്മൾ അതിനെല്ലാ കരുതലും എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഫോഴ്സിനെയും മുൻനിരയിലേക്ക് നമ്മളിപ്പോൾ തള്ളി വിട്ടിട്ടില്ല. ഒരു നിരയാണ് മുൻനിരയിലുള്ളത്. അതിൻ്റെ പിൻനിരകൾ നമ്മളിപ്പോൾ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ആവശ്യമായ ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള കരുതലോടുകൂടിയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാശങ്കയും ആ കാര്യത്തിൽ വേണ്ടതില്ല. CM ഈ കണ്ണൂർ എസ്പിക്കെതിരെ കഴിഞ്ഞ ദിവസം CM റിപ്പോർട്ട് തേടിയിരുന്നു. ആ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടോ? ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്മേൽ എന്തെങ്കിലും നടപടി ആയിട്ടുണ്ടോ? റിപ്പോർട്ട് ഇപ്പോൾ ലഭിച്ചില്ല. റിപ്പോർട്ട് ലഭിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇന്നത്തെ സ്ഥിതി വന്നപ്പോൾ കുറച്ച് റോഡിൽ കൂടുതൽ ആളുകൾ വർദ്ധിക്കുന്ന നില വന്നിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാർ തന്നെ ഇക്കാര്യത്തിൽ പോലീസിൻ്റെ കൂടുതൽ കർക്കശ നടപടികൾ വേണം എന്ന് സ്വയമേവ പറയുന്ന നിലയും ചിലർ ഞങ്ങളെയൊക്കെ അറിയിക്കുന്ന നിലയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാരോട് പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ നിയന്ത്രണം കൃത്യമായി പാലിച്ചു പോകണം. പോലീസ് ഇടപെടുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കരുത്. പോലീസിന് ഒരു നിയന്ത്രണം പാലിക്കാത്ത അവസ്ഥ വന്നാൽ പോലീസിന് ഇടപെടേണ്ടതായിട്ട് വരും. CM മദ്യാസക്തിയുള്ളവർക്ക് ഡോക്ടറുടെ കുറിപ്പടിയുടെ മദ്യം നൽകാമെന്ന് അങ്ങ് കഴിഞ്ഞ ദിവസം ഒരു ബ്രീഫിംഗിൽ പറഞ്ഞതാണ്. പക്ഷെ IMA അതിന് രംഗത്ത് വന്നു. അത് ശാസ്ത്രീയമല്ല, തെറ്റായ രീതിയാണെന്നാണ് IMA പറയുന്നത്. എന്തെങ്കിലും ആ ഒരു പുനർവിചിന്തനം ഉണ്ടായിട്ടുണ്ടോ? അല്ല, അവർ ശാസ്ത്രീയല്ലെങ്കിൽ അവർ കൊടുക്കണ്ട. അവരോട് ഇപ്പം നിർബന്ധമായി കൊടുത്തോളണമെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഓരോ ദിവസവും ഈ മരണം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഇന്നും ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിനൊരു പരിഹാര നടപടികൾ അടിയന്തരമായിട്ടുണ്ടാവും. അതിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ത്വരിതഗതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ തിരുവനന്തപുരത്ത് ഒരാൾക്ക് ഇന്നലെ COVID-19 സ്ഥിരീകരിച്ചിരുന്നു. അത് നമുക്ക് എവിടെ നിന്നാണ് ആ രോഗം വന്നത് എന്ന തരത്തിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നത്. അതിനെന്തെങ്കിലും ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ടോ? അദ്ദേഹം കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതെ, അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഒരു ഗുരുതരാവസ്ഥയുള്ള സ്ഥിതിയാണ്. ഇന്നലെയാണത് സ്ഥിരീകരിക്കുന്നത്. നിരവധി മറ്റസുഖങ്ങളുണ്ട്. വൃക്കകൾ തകരാറിലാണ്. ഡയാലിസിസ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ഫലം നെഗറ്റീവായിരുന്നു. രണ്ടാമത്തേതാണ് പോസിറ്റീവായത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അല്പം മോശമായതുകൊണ്ട് വിവരങ്ങൾ കൃത്യമായി ലഭിക്കാൻ പ്രയാസമുണ്ട്. ബന്ധുക്കൾ നൽകിയ വിവരം അനുസരിച്ച് റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് വേണം ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ നമുക്ക് കഴിഞ്ഞില്ലേ? എന്താണ് അന്ന് പോലീസ് നടപടിയെ കുറിച്ച് CM പറഞ്ഞത് പോലീസുകാർ മാന്യമായി പെരുമാറണം. ഇന്ന് CM പോലീസ് കർശനമായി ഇടപെടണമെന്ന് പറഞ്ഞു. ഈ പത്രസമ്മേളനം പോലീസുകാർ കേൾക്കുന്നതാണ്. കർശനമായി ഇടപെടണമെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ തവണത്തെ പോലെ കൈവിട്ടു പോകും. അതുകൊണ്ട് അടിയന്തരമായ നിർദ്ദേശം കൊടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കർശനമായി ഇടപെടണമെന്ന് പറഞ്ഞാൽ അർത്ഥം വ്യക്തമാണ്. ഈ ആളുകൾ അനിയന്ത്രിതമായിട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. അത് തടയണം തന്നെയാണ്. അതിനകത്ത് പിന്നെ ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അർത്ഥം മറ്റേ നടപടി വേണമെന്നല്ല. ഇടുക്കിയിൽ ഇന്ന് 2 കേസുകൾ കൂടി വന്നിരിക്കുകയാണല്ലോ. അത് ആ പൊതുപ്രവർത്തകരിൽ നിന്നുള്ള കോണ്ടാക്റ്റിലൂടെയാണോ ഇവർക്ക് രോഗം വന്നിരിക്കുന്നത്? അല്ല, അതിൻ്റെ വിശദാംശങ്ങൾ പിന്നെ എടുക്കാൻ പറ്റും. ഇപ്പം എൻ്റെ കയ്യിലില്ല. നേരത്തെ നമ്മൾ സാലറി ചലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പം അതേ മാതൃകയിൽ തന്നെയാണ്. 1 മാസം തന്നെ നിർബന്ധമാണോ അതോ പറ്റാവുന്ന രീതിയിലാണോ വിസമ്മത പത്രം ഉണ്ടാകുമോ? വിസമ്മത പത്രമൊക്കെ നേരത്തെ കോടതി ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരൊരു കാര്യത്തിലൊക്കെ ഇപ്പം തന്നെ നമ്മൾ ആശങ്ക പുലർത്തേണ്ട കാര്യമില്ലല്ലോ. ഇത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കേസല്ലേ. നാടാകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. നമ്മൾ ധാരാളം പണം ചെലവിടേണ്ട ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ നമ്മുടെ സ്ഥിര ശമ്പളക്കാരായിട്ടുള്ള ആൾക്കാർ ഒരു സഹായം ചെയ്യാൻ തയ്യാറാകുക. അവർ ഒന്നിച്ചു കൊടുക്കാൻ പറ്റുന്നവർ ഒന്നിച്ചു കൊടുക്കുക. ഇനി 2 3 ഗഡുക്കളായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക.
ഇനി അതല്ല എനിക്ക് ഇത്ര ഗഡുക്കൾ പോരാ കുറച്ചുകൂടി ഗഡു വേണം എന്ന് പറയുന്നവർക്ക് ആ ഗഡു അനുവദിക്കുക. അങ്ങനെയൊക്കെ ഒരു നിലപാടാണ് സർക്കാർ എടുക്കാൻ പോകുന്നത്. സിഎം നേരത്തെ പറഞ്ഞതായത് ചില ഡോക്ടർമാർ കൊടുക്കുന്നില്ലെങ്കിൽ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് മദ്യാസക്തിക്ക് മദ്യം ഒരു മരുന്നായിട്ട്, അപ്പൊ ചിലർ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ചില ഡോക്ടർമാർ അത്യാവശ്യത്തിന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവർ കൊടുത്തോട്ടെ എന്നതിന് അർത്ഥമുണ്ടോ? അല്ല, അതേതായാലും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നടപടികൾ പൂർത്തിയാവട്ടെ, എന്നിട്ട് നമുക്ക് പറയാം മറ്റു കാര്യങ്ങൾ. ശരി.